എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈ സ്പെഷ്യൽ മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 3/4 കിലോയോളം മട്ടൻ നന്നായി ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് അത് നന്നായി കഴുകി വെച്ച് ഇതിൽ വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മട്ടനാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മട്ടൻ തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-12ഓളം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഉള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. 2 സബോളയും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബോളയുടെ എണ്ണം കുറച്ചിട്ട് ഉള്ളിയുടെ എണ്ണം കൂട്ടാം, അങ്ങനെയും ചെയ്യാം. ഇനി മട്ടൻ കറിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഒരു 10-12ഓളം ഉണക്കമുളകാണ് ചേർക്കുന്നത്. ഇത് എരിവ് കുറവുള്ള ഉണക്കമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 10-12ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിത് മുഴുവനായിട്ടാണ് ചേർത്തത്. നിങ്ങൾക്കിതൊന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിത് പറ്റാവുന്ന പോലെയൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഉണക്കമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മട്ടൻ വേവിക്കുമ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കവും ഒരു തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രേവി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കൂടി ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണിത്. ഇതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരെ ഗരം മസാലപ്പൊടി ചേർത്താലും മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ മട്ടൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്